ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ടേ. കുറേ ആയില്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. നല്ല തിരക്കായിരുന്നു, ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതാ പറ്റിപ്പോയെ. അപ്പോൾ ഈ വീഡിയോയിൽ എന്നെ കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് കാൻബറിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു നൈറ്റ് അവർ എത്തി. പിറ്റേ ദിവസം രാവിലെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ പോകാൻ വേണ്ടി പ്ലാൻ ആക്കിയതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ വാഗയിലുള്ള വാഗ ബീച്ച് എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഇതാ ബീച്ച് എന്ന് പറഞ്ഞാൽ തിരമാല അങ്ങനെയൊന്നുള്ള സ്ഥലമല്ല കേട്ടോ. പക്ഷേ എങ്കിലും നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങൾ അതിലൂടെ ഇങ്ങനെ നടക്കാൻ തീരുമാനിച്ച് അങ്ങോട്ട് പോയതാണ്. ജസ്റ്റ് മഴയൊക്കെ തോർന്ന് നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നല്ലൊരു ആംബിയൻസും ഫീലിങ്ങും ആയിരുന്നു കേട്ടോ അതിൽ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളതിൽ ഇങ്ങനെ എല്ലാവരും കൂടെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ജസ്റ്റ് വാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കഥകളും ഇവിടുത്തെ കഥകളും എല്ലാം ഇങ്ങനെ പറഞ്ഞ് അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. വാഗ എന്ന് പറഞ്ഞ സ്ഥലം തന്നെ വളരെ കാമാണ്, അങ്ങനെ റഷുള്ള സ്ഥലമൊന്നും അല്ലാത്തത് കൊണ്ടും അവർക്ക് ഒത്തിരിയായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ പിള്ളേരും നമ്മളും എല്ലാം കൂടെ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഇവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട് പിള്ളേർക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ വാഗയിലുള്ളതിൽ അത്യാവശ്യം മീൻസ് സാധനങ്ങൾ കളിക്കാനുള്ള ഒരു പാർക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പം മഴയൊക്കെ നല്ല മഴയായിരുന്നു, നല്ല മഴ തോർന്നിരിക്കുന്ന സമയമാണെങ്കിലും അവിടെ ആൾക്കാരൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ കൂടെ ഓടി നടക്കുകയാണ് പിള്ളേർ. കുഞ്ഞിപ്പെണ്ണൊക്കെ ആണെങ്കിൽ റിയലി എൻജോയ് ചെയ്തു. അവിടെ നിന്ന് പോരാനേ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പം ജസ്റ്റ് അത് ഗോ ത്രൂ ചെയ്ത് നമുക്ക് കാണാം. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിത് ഇവിടെ മലയാളിക്കടയിൽ വന്നു കേട്ടോ. നിങ്ങളുടെ വാഗയിലുള്ള ചേട്ടൻ നടത്തുന്ന മലയാളിക്കട. ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും കേട്ടോ. ഇത് ഞാൻ ചക്കയാണ് കാണിക്കുന്നത്, ഫ്രോസൺ ചക്ക. കണ്ടു കഴിഞ്ഞപ്പം ഒരു കൗതുകം തോന്നിയപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ് നമ്മുടെ ചക്ക. പക്ഷെ മേടിച്ചൊന്നുമില്ല, വേറൊരു ദിവസം മേടിക്കാമെന്ന് വിചാരിച്ചു. ഈ അടുത്ത് കുറേ സാധനങ്ങൾ മേടിച്ചാണ്, അപ്പോൾ അത് കാരണം പിന്നെ അത് മേടിച്ചില്ല. പിന്നെ ഇതേ ഫ്രോസൺ ഐറ്റംസാണ് ഇതെല്ലാം കേട്ടോ.
കുറേ ഉണ്ട്. ചേന, വെണ്ടയ്ക്ക, കോവയ്ക്ക, പയറ്, പച്ചമുളക് എന്ന് വേണ്ട നമ്മുടെ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. പിന്നെ പൊടികളായിട്ടും അതേപോലെ നാട്ടിൽ നിന്ന് വരുന്ന ഒരുവിധം എല്ലാ സാധനങ്ങളും നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും. ഇത് കിസാൻ്റെ മിക്സഡ് ഫ്രൂട്ട് ജാമാണ്. അതൊക്കെ നമുക്കൊരു നൊസ്റ്റാൾജി തന്നെയാണല്ലോ. അതൊരെണ്ണം എടുത്തായിരുന്നു കേട്ടോ ഞാൻ. സോനാപ്പപ്പടി, പിന്നെ എന്തൊക്കെയോ ബേക്കറി ഐറ്റംസൊക്കെയാണ്. പിന്നെ കുട്ടിയടക്കം ഭയങ്കര തപ്പലാണ്. എന്തൊക്കെ സാധനങ്ങളാണോ മേടിക്കേണ്ടതെന്ന് വിചാരിച്ച് നടക്കുവാണ് ഓടിപ്പരതി. ഇത് ദഹിവടയുടെ ഒരു സെറ്റായിരുന്നു. അത് ഫ്രോസനാണ്, നമ്മൾ ചൂടാക്കി കഴിക്കണം. പിന്നെ ഇത് പാത്രങ്ങൾ ഐറ്റംസ് എല്ലാം തന്നെയുണ്ട് കേട്ടോ. സ്റ്റീൽ പാത്രങ്ങൾ, അതേപോലെ ചായ ചൂടാക്കുന്ന ചപ്പാത്തിയുടെ ചപ്പാത്തി പരത്തുന്ന സാധനം, പിന്നെ ഇങ്ങനത്തെ കുറേ ഡെക്കറേഷൻ ഐറ്റംസ്, മുറം, അതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കണ്ടോ. പിന്നെ മാതാവിൻ്റെ ഈശോയുടെയൊക്കെ ഫോട്ടോ ഉണ്ട്. ചട്ടികൾ, ഭരണികൾ, അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളിത് ഭക്ഷണം കഴിക്കാൻ റെഡ് റോസ്റ്ററിൽ കയറി. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ വീട്ടിൽ വന്ന് കാപ്പിയൊക്കെ കുടിച്ച് പിരിഞ്ഞു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും. അപ്പോൾ ഒരു ഹാപ്പി ഡേ. ബായ്.